എല്ലാവർക്കും സ്ക്രീന് കാണാൻ പറ്റുന്നില്ല? ഹലോ, സ്ക്രീന് കാണാൻ പറ്റുന്നില്ല? Yes, miss. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3R കൺസെപ്റ്റിൻ്റെ 3 കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ് എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീയൂസ് ആണ്. റീയൂസ് എന്ന് പറഞ്ഞാൽ റീയൂസ് എലമെന്റ് ഓഫ് ദി ഡിസ്കാർഡഡ് ഐറ്റം അഗെയിൻ എന്ന് വെച്ചാൽ നമ്മൾ കളയാൻ പോവുകയാണ്, യൂസ് ചെയ്ത സാധനം കളയാൻ പോകുകയാണ്. പക്ഷെ എന്താക്കുക, അതിലെ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്ത് പറ്റുകയാണെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാൻ പാകത്തിന് അതിനെ ആക്കുക. പിന്നെ ഡു നോട്ട് ത്രോ എവേ ഫ്രം ദി സോഫ്റ്റ് ഡ്രിങ്ക് cans of the bottles, cover them with a homemade paper or paints on them and use them as a പെൻസിൽ സ്റ്റാൻഡ്സ്. എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ്, ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ബോട്ടിലിനൊക്കെ പെയിൻ്റ് അടിച്ച് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബോട്ടിൽ ഒന്നും കളയാതെ പെയിൻ്റ് അടിച്ച് ഭംഗിയായി വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അലങ്കാരത്തിന് യൂസ് ചെയ്യുക. പിന്നെ ബോട്ടിലൊക്കെ അലങ്കരിച്ച് നല്ല പെൻസിലൊക്കെ ഇടാൻ പാകത്തിന് അങ്ങനെ യൂസ് ചെയ്ത ബോട്ടിൽസ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുക. പിന്നെ യൂസ് ഷോപ്പിംഗ് ബാഗ്സ് മേഡ് ഓഫ് ക്ലോത്ത് ഓർ ജൂട്ട് വിച്ച് ക്യാൻ ബി ബേസ്ഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അതായത് നമുക്കറിയാവുന്നതാണ്, പ്ലാസ്റ്റിക് നിരോധിക്കാൻ പോകുന്ന എന്നറിഞ്ഞപ്പോൾ എല്ലാവരും എന്തായി, തുണി കൊണ്ടുള്ള ബാഗെല്ലാം യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. അതാണ് ഈ റീയൂസ് എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് റീസൈക്കിൾ ആണ്. ഇമ്പോർട്ടൻ്റ് വണ്ണാണ്. ഇൻ റീസൈക്ലിംഗ് ദി ജനറേറ്റഡ് വേസ്റ്റ് ഓർ ഡിസ്കാർഡഡ് മെറ്റീരിയൽ ദാറ്റ് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ക്യാൻ ബി സെൻഡ് ബാക്ക് ടു ദി ഇൻഡസ്ട്രിയൽ ടു ബി ബ്രോക്കൺ ഡൗൺ ആൻഡ് യൂസ്ഡ് ആസ് എ റിസോഴ്സ് ടു ബി മെയ്ഡ് ഇൻ ടു എ ന്യൂ പ്രൊഡക്റ്റ് ഓഫ് ദി സെയിം ടൈപ്പ് ഓർ ഇൻ ടു സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വേസ്റ്റിനെ നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് ഇനി അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒറിജിനൽ ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ പോലെ പീസാക്കി ഒന്നുകിൽ അതുപോലെയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ വെച്ച് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു. അതാണ് ഈ റീസൈക്കിൾ എന്ന് പറയുന്നത്. Thus recycle occurs in a 3 phase. അതിന് 3 phases ഉണ്ട്. ഫസ്റ്റ് ദി വേസ്റ്റ് ഈസ് സോർട്ടഡ് ആൻഡ് റീസൈക്കിൾ ആർ കളക്റ്റഡ്. എന്ന് വെച്ചാൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നവ കളക്ട് ചെയ്യുക. ദെൻ ദി റീസൈക്കിളബിൾ ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് റോ മെറ്റീരിയൽസ്. അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുക. ദർ ആഫ്റ്റർ ദീസ് റോ മെറ്റീരിയൽ ആർ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻസ് ഓഫ് പ്രൊഡക്ട്സ്. എന്നിട്ട് അതിൽ നിന്നും പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, പ്ലാസ്റ്റിക് ഐറ്റം ആർ റീസൈക്ലിംഗ് ടു ന്യൂ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ്. അതായത് പ്ലാസ്റ്റിക് ഐറ്റം, പുതിയ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റൽ സ്ക്രോപ്സ് ആൻഡ് ബ്രോക്കൺ ഗ്ലാസ് ഈസ് യൂസ്ഡ് ടു മേക്ക് എ ന്യൂ മെറ്റൽ പ്രൊഡക്ട്സ്. ബ്രോക്കൺ ഗ്ലാസും മെറ്റൽ സ്ക്രാപ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ മെറ്റൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ്, ഫൈനലി ദി വേസ്റ്റ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി നൈദർ ബി റീയൂസ്ഡ് നോർ റീസൈക്കിൾ മസ്റ്റ് ബി ഡിസ്പോസ്ഡ് ഓഫ് ഇൻ എ പ്രോപ്പർ മാനർ വിത്ത് മിനിമം ഇമ്പാക്ട് ടു ദി എൻവറോൺമെന്റ്. അപ്പോൾ ഇനി ഈ റീയൂസ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന സാധനങ്ങളെ പ്രോപ്പറായി ഡീകമ്പോസ് ചെയ്യണം. അത് ഏറ്റവും മിനിമം ഇമ്പാക്റ്റ് എൻവറോൺമെന്റിന് ഉണ്ടാക്കുന്ന എന്ന് പറയുന്നതാണ് ഏറ്റവും മിനിമം ഇമ്പാക്റ്റ് മാത്രമേ എൻവറോൺമെന്റിന് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രോപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം.
within a recycle there is a destination between the two type given below. അതായത് ഇതിന് രണ്ട് ടൈപ്പാന്നുള്ളത്. ഒന്ന് അപ്സൈക്കിൾ, കൺവേർട്ടിങ് എ ലോ വാല്യൂ മെറ്റീരിയൽ ഇൻ ടു ഹൈ വാല്യൂ പ്രൊഡക്ട്സ്. അതായത് ലോ വാല്യൂ മെറ്റീരിയൽ കൊണ്ട് ഹൈ വാല്യൂ മെറ്റീരിയൽ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് അതാണ് ഏറ്റവും നല്ലത്. ഡൗൺ സൈക്കിൾ, കൺവേർട്ടിങ് എ വാല്യുബിൾ പ്രൊഡക്റ്റ് ഇൻ ടു ലോ വാല്യൂ റോ മെറ്റീരിയൽ ഇത് ലെസ് ഡിസൈറബിൾ. അതായത് ഹൈ വാല്യൂ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കുക, ലോ വാല്യൂ മെറ്റീരിയൽ ആക്കി മാറ്റുക. നെക്സ്റ്റ്, സ്റ്റഡീഡ് ഹാസ് എ റെലവൻറ്റ് ദാറ്റ് ഓൺലി 7 to 15 ഓഫ് ദി ടോട്ടൽ വേസ്റ്റ് പ്രോഡക്ട്സ് ആർ റീസൈക്കിൾഡ്. അതായത് നമ്മുടെ സ്റ്റഡി പറയുന്നുണ്ട് 7 മുതൽ 15 വരെ മാത്രമേ വേസ്റ്റ് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ എന്ന്. ഇഫ് റീസൈക്കിൾ ഈസ് done in a proper manner it will be reduce the problem of waste for garbage. അതായത് കംപ്ലീറ്റ് ആയി റീസൈക്കിൾ നടക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകില്ല, വേസ്റ്റ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകില്ല അല്ലെ. അറ്റ് ദി കമ്മ്യൂണിറ്റി എ ലാർജ് നമ്പർ ഓഫ് NGO means non-governmental organization and private sector enterprises have taken an initiative in a segregations and recycle of waste. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ലെവലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഒക്കെ കൂടി ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. റാഗ് pickers contribute a great deal to waste management as they scavenge recycled matter like plastic, paper, bottle and cans. അതായത് വീട്ടിലൊക്കെ വന്നിട്ട് പ്ലാസ്റ്റിക് സാധനങ്ങൾ വാങ്ങുന്നവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റീസൈക്കിളിന് കുറെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. All the members of waste prevention mentioned require a public participation. അതായത് ഏത് മെത്തേഡ് ആയാലും അതിൽ പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് ഈ വേസ്റ്റ് മാനേജ്മെന്റിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ നടത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം സോൾവ് ആകൂ എന്ന കാര്യം അവരെ ബോധവൽക്കരിക്കണം. Also, the government needed to regulate the type and amount of packaging used by manufacturing and make the use of shopping bags mandatory. അതുപോലെ ഗവൺമെന്റിന് കാര്യമുണ്ട്, ഓരോ സാധനത്തിന്റെ പാക്കേജിന് എന്തുണ്ട്, പ്ലാസ്റ്റിക്കിന് തന്നെ പാക്കേജിൽ തന്നെ പ്ലാസ്റ്റിക് തന്നെ കുറെ ടൈപ്പ് ഉണ്ട്, അതിനൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഷോപ്പിംഗ് ബാഗ് റീയൂസ് ചെയ്യാനുള്ള കർശന നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരിക. ഇപ്പം പ്ലാസ്റ്റിക് യൂസേജ് കർശന നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് യൂസേജ് കുറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഗവൺമെന്റിന് പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് ഈ 3R കൺസെപ്റ്റിൽ വരുന്നത്. 3 പോയിന്റ് പഠിച്ചത്: റെഡ്യൂസ്, റീസൈക്കിൾ, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർബൺ ക്രെഡിറ്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് കാർബൺ ക്രെഡിറ്റ്സ്. Introduction. Carbon credits, a permit that allow a country or organization to produce a certain amount of carbon emission which can be traded if full allowance is not used. കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്കോ ഒരു ഓർഗനൈസേഷനോ ഒരു കൺട്രിക്കോ ഒരു നിശ്ചിത അളവ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനും എമിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്രെഡിറ്റ് നമുക്ക് വിൽക്കാം. നമുക്ക് കിട്ടിയ അലവൻസ് ഫുള്ളായി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ
ആ കമ്പനിക്കോ ആ കൺട്രിക്കോ ഇപ്പോൾ ഉള്ള അലവൻസ് കംപ്ലീറ്റ്, അതായത് ഇപ്പോൾ ഉള്ള അലവൻസ് അവർ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവർക്ക് വെക്കാം. അതാണ് ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. കാർബൺ ക്രെഡിറ്റ് ആസ് a certificate showing that a government or company has paid to have a certain amount of carbon dioxide removed from the environment. എന്ന് വെച്ചാൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റോ കമ്പനിയോ കാർബൺ ഡയോക്സൈഡ് എൻവറോൺമെന്റിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ഒരു നിശ്ചിത എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ജനറിക് ടേം ടു അസൈൻ എ വാല്യൂ ടു എ റിഡക്ഷൻ ഓർ ഓഫ്സെറ്റ് ഓഫ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. അത് ഈ ഒരു നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറക്കുന്നതിനുള്ള വാല്യൂ ഇടുക എന്നതാണ് കാർബൺ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യൂഷ്വലി ഈക്വാലന്റ് ടു 1 ton ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വാലന്റ്. അപ്പോൾ നമ്മൾ മുന്നേ കാർബൺ ക്രെഡിറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പറയുന്നത് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 ton കാർബൺ ഡൈ ഓക്സൈഡ് എൻവറോൺമെന്റിൽ റെഡ്യൂസ് ചെയ്തതിനാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓർ the mass of another greenhouse gas with a carbon dioxide equivalent to 1 ton of carbon dioxide. അതെന്ന് പറയുന്നത് 1 ton കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നതെങ്കിൽ എന്ന് വെച്ചാൽ അതുപോലെ 1 ton കാർബൺ ഡൈ ഓക്സൈഡ് തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? കാർബൺ ക്രെഡിറ്റ് എന്ന് പറയും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഗ്രീൻ ഹൗസ് എമിഷനും റെഡ്യൂസ് ചെയ്താൽ നമ്മൾ പറയും കാർബൺ ക്രെഡിറ്റ് എന്ന് തന്നെയാണ് അതിന് പറയുക. ദെൻ കാർബൺ ക്രെഡിറ്റ്, 1 carbon credit equal to 1 ton of a carbon dioxide or its equivalent greenhouse gas is entitled certificate in UNFCCC. അതായത് ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ton കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്തതിന് ഈക്വൽ ആണെന്ന് പറയും. Carbon credits. It is a tradable certificate permit representing a right to emit 1 ton of carbon dioxide. അപ്പോൾ അതെന്ന് പറയുന്നത് 1 ton കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനുള്ള പെർമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. A key component of a national and international trading scheme that have been implemented to mitigate global warming. അതായത് ഗ്ലോബൽ വാർമിങ്ങിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ്. അത് നാഷണൽ ഇന്റർനാഷണൽ ട്രേഡിങ്ങിൽ പെട്ടതാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. They provide a way to reduce a greenhouse effect emissions on the industrial scale. ഇതുവഴി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രീൻ ഹൗസ് എഫക്റ്റ് കുറക്കാൻ പറ്റും. കാർബൺ ക്രെഡിറ്റ് ആർ ദി സർട്ടിഫിക്കറ്റ്സ് issued to countries that reduce their emission of greenhouse gas which caused a global warming. അതായത് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ചില കൺട്രീസിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. that reduce their emission of greenhouse gases which causes greenhouse gas. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ടാക്കുന്ന എമിഷൻ കുറച്ചെന്ന് പറഞ്ഞു. അത് കൺട്രീസിന് കുറച്ചെന്ന് പറഞ്ഞിട്ട് കൺട്രീസിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്ത്? കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളിത് മുന്നേ ക്യോട്ടോ പ്രോട്ടോക്കോളിലെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷനിൽ റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം മുന്നേ ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ്, carbon credits. Certificate issues
to countries those reduce their emission of greenhouse gases which caused a global warming come into existence as a result of increasing awareness of the need for controlling emission. അപ്പോൾ ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ കുറച്ച് കൺട്രീസിന് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റി. അതേ സമയത്ത് എല്ലാവർക്കും ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ കൺട്രോൾ ചെയ്യണം എന്നുള്ളതിൻ്റെ അവയർനെസ് കൊടുക്കാനും പറ്റി. കീ പോയിന്റ്സ്: 1 കാർബൺ ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു 1 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, നമ്മൾ പറഞ്ഞു ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് ഈക്വൽ ആണ്. പിന്നെ പറയുന്നത് മീഥൈൻ ആൻഡ് നൈട്രസ് ഓക്സൈഡ് ഹാസ് എ അപ്രോക്സിമേറ്റ്ലി 21 ടൈംസ് ആൻഡ് 310 ടൈംസ് റെസ്പെക്റ്റീവ്ലി ദി ഹീറ്റ് ട്രാപ്പിംഗ് കപ്പാസിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ മീഥൈനും നൈട്രസ് ഓക്സൈഡിനൊക്കെ അപ്രോക്സിമേറ്റ്ലി ആയിട്ടുള്ള 21 ടൈംസ് നൈട്രസ് ഓക്സൈഡിനും 310 ടൈംസ് ഹീറ്റ് ട്രാപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഏതിനെ അപേക്ഷിച്ച്? കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും 21 മടങ്ങ് മീഥൈനും 310 മടങ്ങ് നൈട്രസ് ഓക്സൈഡിനും ഹീറ്റ് ട്രാപ്പ് ചെയ്യാനുള്ള ഹീറ്റ് ട്രാപ്പ് ചെയ്യാൻ കഴിവുണ്ട്. പിന്നെ റെഡ്യൂസിങ് എ മീഥൈൻ ബൈ 1 ടൺ ഈസ് ഈക്വാലന്റ് ടു റെഡ്യൂസിങ് എ കാർബൺ ഡൈ ഓക്സൈഡ് ബൈ 21 ടൺ. അത് പറയുന്നത് 1 ടൺ മീഥൈൻ കുറക്കുക എന്ന് പറഞ്ഞാൽ 21 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് കുറക്കുന്നതിന് ഈക്വൽ ആണ്. ഒരു എക്സാമ്പിൾ: if a cement manufacturing reduce its carbon dioxide emission by 1 ton by adapting some changes into its process or by any other means, say just by planting some trees around its plant, it is awarded 1 carbon credit. This carbon credit can be sold to any industry, allowing it to emit 1 extra ton of carbon dioxide than its allowable limit. അതായത് ഒരു സിമെന്റ് മാനുഫാക്ചേഴ്സ് അയാളുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ 1 ടൺ കുറച്ച് അത് ഒരു ടൺ കുറച്ച് അത് അയാൾക്ക് ഏത് വിധേനയും ആകാം. ചിലപ്പോൾ അയാളുടെ പ്ലാന്റിന് ചുറ്റും കുറെ ട്രീസ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറച്ച്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ചെയ്യാം. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിക്ക് ഈ കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് വിൽക്കുക. അതുവഴി ആ വാങ്ങുന്ന കമ്പനിക്ക് എന്ത് ചെയ്യാം, വാങ്ങുന്ന ഇൻഡസ്ട്രിക്ക് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ. Nick has a sold emission reduction credit equivaling 1 lakh tons to the utility company Energy. Energy has also purchased a carbon credit from DuPont and Shell. അതായത് നിക്ക് എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, 1 ടൺ എനർജി എന്ന് പറയുന്ന കമ്പനിക്ക് വിറ്റിട്ടുണ്ട്. ഈ എനർജി എന്ന് പറയുന്ന കമ്പനി കാർബൺ ക്രെഡിറ്റ് ആരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്? DuPont ആൻഡ് ഷെൽ എന്ന് പറയുന്ന 2 കമ്പനിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. Other companies dealing in a carbon credit include XPT, Whole Food and Internationals included. അതായത് ഇങ്ങനെ കുറെ കമ്പനികൾ കാർബൺ ക്രെഡിറ്റ്സ് ഡീൽ ചെയ്യുന്നുണ്ട്. അതർ കമ്പനീസും ഇങ്ങനെയുള്ള കാർബൺ ക്രെഡിറ്റിന്റെ ഇത് ഡീൽ ചെയ്യുന്നുണ്ട്. ഹൗ ടു അക്വയർ ക്രെഡിറ്റ്സ് എങ്ങനെ? അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ 3 മെക്കാനിസം ഉണ്ട്. There are 3 mechanisms that enable countries or operator in developing countries to acquire a greenhouse gas reduction credit. And at the first one, under joint implementation.
developed countries with relatively high cost of domestic greenhouse reduction would set up a project in another developed country. അതായത് ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ നിന്ന് നമുക്കൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആകാം. എന്ന് വെച്ചാൽ നല്ല ചിലവ് വരും, അല്ലെങ്കിൽ അവർ ചിലവ് വരുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും, മറ്റൊരു ഡെവലപ്ഡ് കൺട്രീസിൽ വെച്ച് ഈ പ്രോജക്റ്റ് നടത്തും. ലോ കോസ്റ്റ് ആണെങ്കിൽ, അതായത് അണ്ടർ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, അതിനാണ് അണ്ടർ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അണ്ടർ ദി ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എ ഡെവലപ്ഡ് കൺട്രീസ് ക്യാൻ sponsor a greenhouse gas reduction project in a developing countries where the cost of greenhouse gas reduction project activity is usually much lower, but the atmospheric effect is globally equivalent. The developed countries would be given a credit for meeting its emission reduction target, while a developing country would receive the capital investment and clean technology or beneficial changes in ലാൻഡ് യൂസേജ്. അതായത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ക്യോട്ടോ പ്രോട്ടോക്കോൾ എല്ലാം ബേസ് ചെയ്ത് വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ അത് സിമ്പിളാണ്. അതായത് പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പിംഗ് കൺട്രീസിന് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്തിട്ട്, ഡെവലപ്പിംഗ് കൺട്രി ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ആ കാർബൺ ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നു, ഡെവലപ്ഡ് കൺട്രീസിന് വിൽക്കും. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള പ്രോജക്റ്റൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്യും, അത് ഡെവലപ്ഡ് കൺട്രീസ് വാങ്ങിക്കും. അതാണ് ഈ സി ഡി എമ്മിൽ ഉള്ളത്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്തുണ്ടാവും, റെഡ്യൂസ് ചെയ്യാനും പറ്റും. അതേസമയം പ്രൈവറ്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ടുണ്ട്, ക്യോട്ടോ പ്രോട്ടോക്കോളിൽ. ആ ഇൻവെസ്റ്റ്മെന്റിലൂടെ അവർക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബലി ഈക്വൽ ആണ്. അപ്പോൾ നമുക്കറിയാം, എവിടെയെങ്കിലും കുറച്ചാൽ മതി, അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിന്റെ എഫക്റ്റ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ചെയ്ത് കുറച്ചിട്ട് ഡെവലപ്പിംഗ് കൺട്രീസ് അത് കുറക്കുന്നത്, ഡെവലപ്പിംഗ് കൺട്രീസ് അത് റെഡ്യൂസ് ചെയ്യും. അതാണ് CDMS. അത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അണ്ടർ ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. കൺട്രീസ് ക്യാൻ ട്രേഡ് ഇൻ ദി ഇന്റർനാഷണൽ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ടു കവർ ദർ ഷോർട്ട് fall in allowance. Countries with a surplus credit can sell them to countries with a quality emission limitation and reduction commitment. അതായത് അപ്പോൾ അണ്ടർ ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കൺട്രീസിന് എന്ത് ചെയ്യാൻ, ഈ ക്രെഡിറ്റ് കാർബൺ ട്രേഡിംഗ് മാർക്കറ്റിൽ വിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസിൽ എല്ലാവർക്കും എന്തുണ്ടാവും, ഒരു ടാർജറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടാർജറ്റിനേക്കാളും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തവർക്ക് ബാക്കിയുള്ളത് വിൽക്കുക. ആ ഒരു രീതിയാണ് പറയുന്നത് ഈ അണ്ടർ ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു ഫിഗറാണ്. നെക്സ്റ്റ്, വേർ ഡു കാർബൺ ക്രെഡിറ്റ് കം ഫ്രം. അതായത് കാർബൺ ക്രെഡിറ്റ് എങ്ങനെ കിട്ടുന്നു, എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. കാർബൺ ക്രെഡിറ്റ് കം ഫ്രം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റ് ദാറ്റ് ഡെലിവർ എ മെഷറബിൾ റിഡക്ഷൻ ഇൻ എമിഷൻ ബൈ ഐദർ. അതായത് ഇതാണ് കാർബൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷൻ പ്രോജക്റ്റിലൂടെയാണ് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കിട്ടുന്നത്. റീപ്ലേസിങ് യൂസ് ഓഫ് കൺവെൻഷൻ ഫോസിൽ ഫ്യൂവൽസ് വിത്ത് റിന്യൂവബിൾ എനർജി. റിഡക്ഷൻ ദി യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ത്രൂ എനർജി എഫിഷ്യൻറ്റ്. അതായത് ഈ ഒരു പ്രോജക്റ്റ് വഴി
ഈ നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമ്മളൊരു പ്രൊജക്റ്റ് വഴിയാണ് ഇത് നേടിയെടുക്കുന്നത്. അത് ഇങ്ങനെയുള്ള ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ പ്രൊജക്റ്റിന് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ റീപ്ലേസിങ് ദി യൂസ് ഓഫ് കൺവെൻഷണൽ ഫോസിൽ ഫ്യൂവൽ വിത്ത് റിന്യൂവബിൾ എനർജി. എന്താണ്? ഫോസിൽ ഫ്യൂവൽസിന് പകരം റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റെഡ്യൂസ് ദി യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോസിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ക്യാപ്ചറിങ് ആൻഡ് സ്റ്റോറിങ് ഓൾറെഡി റിലീസ്ഡ് കാർബൺ ഇൻ ട്രീസ് ആൻഡ് അതർ പ്ലാനറ്റ്. എന്ത് ചെയ്യുക? അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രീസ് ഒക്കെ വെച്ച് അബ്സോർവ് ചെയ്തിടുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കാർബൺ ട്രേഡിംഗ് ആണ്. എ ന്യൂ ട്രെൻഡ് ടുവേഴ്സ് ദി ഗ്രീൻ പ്ലാനറ്റ്സ്. അപ്പം കാർബൺ ട്രേഡിംഗ് മീൻസ് carbon emission trading is a emission trading specifically for a carbon dioxide calculated in 1 tons of carbon dioxide equivalent or 1 ton carbon credit and currently make up a bulk of emission trading. അപ്പം കാർബൺ ട്രേഡിംഗ് മീൻസ് സാധാരണ ഒരു മാർക്കറ്റ് പോലെയാണ് കാണുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ റെഡ്യൂസ് ചെയ്തതിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, എമിഷൻ റെഡ്യൂസ് ചെയ്തതിന് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് തന്നെയാണ് സംഭവം. അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് 1 ടൺ കാർബൺ ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ ഉണ്ടായി എന്ന് പറയുന്നതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഈ മാർക്കറ്റിൽ നമ്മൾ വിൽക്കുന്നത്. അല്ലാതെ സ്യൂട്ട്സ് ഒന്നും തൂക്കി വിൽക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നത്. നെക്സ്റ്റ് ഒരു ഫിഗറാണ്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അൺയൂസ്ഡ് അലവൻസ്. പിന്നെ അതായത് ട്രേഡ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു? ആ അലവൻസ് എക്സസ് എമിഷനുള്ള കൺട്രീസ് എടുക്കും. അപ്പോൾ എന്താകും? അവർ തിരിച്ച് പണം കൊടുക്കുന്നത് എന്താണ്? ആ പണത്തിന് പകരം അവർ കൊടുക്കുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അവർ വിൽക്കുന്നത്, എക്സസ് എമിഷൻ. നെക്സ്റ്റ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്, കാർബൺ ട്രേഡിംഗ് ഈസ് എ സ്കീം വെർ ഫേം ബൈ ആൻഡ് സെല്ലിംഗ് കാർബൺ പെർമിറ്റ്സ് ആസ് എ പാർട്ട് ഓഫ് എ പ്രോഗ്രാം ടു റെഡ്യൂസ് എ കാർബൺ എമിഷൻ. അതായത് കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്കീമാണ്, ഒരു മാർക്കറ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അവർ എന്ത് ചെയ്യുന്നു? വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. മാർക്കറ്റ് ആകുമ്പോൾ വിൽക്കുകയും വാങ്ങുകയെല്ലാം ഉണ്ടാവില്ലേ, അവർ വിൽക്കുകയും വാങ്ങുകയെല്ലാം ചെയ്യുന്നു. അതായത് ഈ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നുള്ള പെർമിറ്റ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. അതിനാണ് ഈ കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. യൂഷ്വലി ഫേംസ് ആർ given a certain quota of pollute a certain amount. If they pollutants then their quota, they can sell their spare permit on the market. അതായത് യൂഷ്വലി അതായത് ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് ഇത്ര വരെ എമിറ്റ് ചെയ്യാം എന്ന് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ലിമിറ്റിലും കുറച്ചാണ് അവർ എമിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ബാക്കിയുള്ള അലവൻസ് എന്ത് ചെയ്യുക? അവർക്ക് വിൽക്കുക. സോ അതാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ് കാർബൺ ട്രേഡിംഗ് ആണ്. ഈ കാർബൺ ട്രേഡിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്നാണ്. ന്യൂ ക്യാഷ് റിസോഴ്സ് ടു കമ്പനീസ് ഹു ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ ദർ എമിഷൻ ലെവൽ വെൽ വിത്തിൻ എ പെർമിസിബിൾ ലിമിറ്റ്. അതായത് അവർക്ക് അനുവദിച്ചിട്ടുള്ള ഏതൊരു കമ്പനിയും അവർക്ക് അനുവദിച്ചിട്ടുള്ള ലിമിറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ ബാക്കിയുള്ളത് അവർക്ക് എന്ത് ചെയ്യാം?
ബാക്കിയുള്ള അലവൻസ് അവർക്ക് വിൽക്കാം. അത് ഒരു പുതിയ സാമ്പത്തിക നേട്ടമായിട്ട് അവർക്ക് കൈവരിക്കാനുള്ള ഒരു പുതിയ മാർഗമായിട്ട് അവർക്ക് അത് കിട്ടും. ദ ഓവറോൾ എക്കോളജിക്കൽ ബാലൻസ് ഈസ് പ്രിസർവ്ഡ്. അതായത് നമ്മുടെ എൻവറോൺമെന്റിന്റെ പ്രൊട്ടക്റ്റ് ആയിരിക്കും, ബാലൻസ് ആയിരിക്കും. ദ കമ്പനി ഓർ കൺട്രി ഗെറ്റ്സ് റിവാർഡഡ് ഫോർ അപ്ലൈയിങ് എ ക്ലീൻ ടെക്നോളജി ഇൻ ഇറ്റ്സ് പ്രൊഡക്ഷൻ പ്രോസസ്. അതായത് എന്താണ്, നമ്മൾ ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടി കമ്പനിയോ കൺട്രിയോ ഗെറ്റ്സ് റിവാർഡ് എന്തിനാ ചോദിച്ചാൽ അവരിൽ ഈ ഒരു നേട്ടം ഉണ്ടാകും. കാര്യം അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്താണ്, ക്ലീൻ ഡെവലപ്മെന്റ് ടെക്നോളജിയാണ് അവർ അപ്ലൈ ചെയ്തത്. കാര്യം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന്റെ പ്രൊജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ് നേടുന്നത്. അപ്പോൾ അതിനുള്ള നേട്ടം ഉണ്ടാവും. ഇതുപോലെ തന്നെ ഇനി കാർബൺ ട്രേഡിങ്ങിന് അഡ്വാൻറ്റേജ് പോലെ തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് ഓഫ് കാർബൺ ട്രേഡിങ്: റൈറ്റ് ടു പൊല്യൂട്ട്. ഇൻഡസ്ട്രീസ് ഇൻ റെക്ടിഫൈഡ് നാഷൻസ് ആർ പർച്ചേസിങ് ലീഗൽ റൈറ്റ് ടു പൊല്യൂട്ട് ദി അറ്റ്മോസ്ഫിയർ. അതായത് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ കാർബൺ എമിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പൊല്യൂട്ട് ചെയ്യാനുള്ള അധികാരം കിട്ടുക എന്ന രീതിയിലേക്ക് ഇത് മാറും. Then slow process. The industry are opting the easy way, purchase more allowance than the implementing greener technology. അതായത് എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രി ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുന്നു, ഒബ്റ്റെയിൻ ഈസി വേ ടു, അത് obtain a easy way to purchase a more allowance than implementing greener ടെക്നോളജി. ഗ്രീനർ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താണ്, കൂടുതൽ അലവൻസ് പർച്ചേസ് ചെയ്യുക എന്ന, അതായത് കാശ് കൊടുത്ത് വാങ്ങുക എന്ന രീതിയിലേക്ക് മാറും. പിന്നെ പറയുന്നത് ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓർ ഗ്ലോബൽ ഫ്രെയിംവർക്ക്. പിന്നെ ഇതിന് ഗ്ലോബലായിട്ടുള്ള ഇതിനൊരു ഗ്ലോബൽ ഫ്രെയിംവർക്ക് ഇല്ല. പിന്നെ നോ എഫക്റ്റീവ് കാർബൺ റിഡക്ഷൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ലീഡ് ടു കാർബൺ റിഡക്ഷൻ ഇൻ എ വൺ പ്ലേസ് ആൻഡ് റിസൾട്ട് ഇൻ എ കാർബൺ എമിഷൻ ഇൻ അതർ പ്ലേസ്. അതായത് ഒരു സ്ഥലത്ത് കാർബൺ എമിഷൻ കുറക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്ത് ഇത് കൂട്ടുന്നുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാർബൺ എമിഷൻ റിഡക്ഷൻ നടക്കുന്നില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കാർബൺ ട്രേഡിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാണ്, ഡിസഡ്വാൻറ്റേജ് എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്.